ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഇടനെഞ്ചിലേക്ക് 3 തവണ വെടിയുതിർത്തു കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ഹിന്ദുത്വ തീവ്രവാദിയുടെ പ്രതിമക്ക് മുമ്പില് മാലയിട്ട് കുമ്പിട്ട് പ്രാർത്ഥിച്ച് ഈ നാടിന്റെ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന RSSന് എങ്ങനെയാണോ രാജ്യസ്നേഹമുണ്ട് എന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാൻ കഴിയുക? ഈ രാജ്യത്തിന്റെ അതിർത്തികൾ കാത്തു സംരക്ഷിക്കുന്നതിനു വേണ്ടി കാർഗിലിലെ മണ്ണിൽ പിടഞ്ഞു വീണു മരിച്ച 100 കണക്കിന് ധീര രക്തസാക്ഷികളായ പട്ടാളക്കാരുണ്ട്. അവരുടെ മൃതദേഹം കൊണ്ടുപോകാൻ വെച്ച, മയ്യത്ത് കൊണ്ടുപോകാൻ വെച്ച ശവപ്പെട്ടിക്കകത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ നിങ്ങൾ എങ്ങനെയാ രാജ്യസ്നേഹികളായി മാറുന്നത്? അതേ കാർഗിൽ യുദ്ധത്തില് മരിച്ച രക്തസാക്ഷി മൻദീപ് സിംഗിന്റെ മകൾ ഗുർമെഹർ കൗർ ഡൽഹി സർവകലാശാലക്കകത്ത് ഒരു സമരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ആ സമരത്തിൽ നീ പങ്കെടുത്ത നിന്നെ നടുറോട്ടിലിട്ട് ബലാത്സംഗം ചെയ്യുമെന്ന് ഒരു രക്തസാക്ഷിയുടെ മകളോട് പ്രസ്താവന എടുക്കുന്ന, ഉറക്കെ പ്രഖ്യാപിക്കുന്ന RSSകാരൻ എന്നു മുതലാ രാജ്യസ്നേഹികളായത് ഈ നാട്ടില്? ഇവര് കൂടെ ഒരു ചേച്ചി ഉണ്ടല്ലോ, നമ്മുടെ എന്താണ് പട്ടിയുടെ പിന്നാലെ നടക്കുന്ന ചേച്ചി, മേനകാ ഗാന്ധി. അവർക്കൊരു മകനുണ്ട്, വരുൺ ഗാന്ധി, സുന്ദരനാണ്. നമ്മളെ മലബാറിന്റെ ഭാഗത്തൊരു പാട്ടുണ്ട്, ശുക്കൂർ സുന്ദരനാണ്. അതുപോലെ വരുൺ ഗാന്ധി സുന്ദരനാണ്. ആ സുന്ദരന് 4 വിദേശത്ത് നിന്നും 4 സുന്ദരികളും കൂടി വന്നു. അങ്ങനെ സുന്ദരൻ ഞാനും സുന്ദരി നീയും എന്നുള്ള കളി കളിക്കാം. അങ്ങനെ ആടിപ്പാടി കളിക്കുന്നതിനിടയിൽ അവര് നാട്ടിൽ നിന്നും തിരിച്ചു പോയപ്പോഴാണ് ഇന്ത്യ ഗവൺമെന്റ് അറിയുന്നത് ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുണ്ട്, സുരക്ഷാ വകുപ്പ്, പ്രതിരോധ വകുപ്പ്. അതിലാണ് ഈ നാടിന്റെ സൈന്യത്തിന്റെ വിവരങ്ങള്, സൈനിക കരാറുകളുടെ വിവരങ്ങള്, യുദ്ധോപകരണങ്ങളുടെ വിവരങ്ങള്, ഒരു രാജ്യം ഏറ്റവും പരമരഹസ്യമായി സൂക്ഷിക്കേണ്ട പ്രതിരോധ വകുപ്പിന്റെ രഹസ്യം 4 ആട്ടവും പാട്ടവും കണ്ടപ്പോ ആ പെൺകുട്ടികളുടെ കാൽക്കൽ അടിയറവ് വെച്ച വരുൺ ഗാന്ധി നിങ്ങളുടെ MP ആയിരിക്കുമ്പോ എങ്ങനെയാ നിങ്ങള് രാജ്യസ്നേഹികളായി മാറുന്നത്? അപ്പൊ നിങ്ങൾക്ക് രാജ്യസ്നേഹം ഇല്ല എന്നുള്ളത് വാസ്തവമല്ലേ? ഉണ്ട് എന്ന് പറയുന്നവരാണ് ആര്? NDF, മുസ്ലിം ലീഗ്. ഇവരൊക്കെ നിങ്ങൾക്ക് ഭയങ്കര രാജ്യസ്നേഹാണെന്ന് പറയും. കാരണം അധികാരത്തിന്റെ പങ്കിടാൻ അവർക്ക് നിങ്ങളെ ആവശ്യമാണ്. കമ്മ്യൂണിസ്റ്റുകാരന് 10,000 തെരഞ്ഞെടുപ്പിൽ തോറ്റാലും RSSുമായി കൂട്ടുപിടിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ മതനിരപേക്ഷതയെ ഒറ്റുകൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവരെ അനുകൂലിക്കണമെന്നില്ല. മുസ്ലിം ലീഗ് ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മലപ്പുറത്ത് നിന്ന് ജയിപ്പിച്ചു വിട്ടിട്ടുണ്ട്. അവര് പറയുന്നത് നരേന്ദ്രമോദിയെ എതിർക്കാൻ ഞങ്ങൾ ഒരു പുലിക്കുട്ടിയെ, പിന്നെ നിങ്ങള് എന്റെ വായിന്ന് ഞാൻ പറയണില്ല, നിങ്ങൾ എന്താക്കാനാണ് അവിടെ? കുഞ്ഞാലിക്കുട്ടിക്ക് അങ്ങനെ നരേന്ദ്രമോദിയെ എതിർക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇത്രയൊന്നും RSSന് ശക്തിയില്ലാത്ത കാലത്തല്ലേ കോഴിക്കോടിന്റെ മണ്ണിൽ മാറാട് കലാപം നടന്നത്? ആ കലാപത്തിന്റെ ഭൂമികയിലേക്ക് AK ആന്റണി എന്ന കോൺഗ്രസുകാരന്റെ കൂടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോകുമ്പോ അവിടെയുള്ള 12 RSSകാര് വന്ന് മാപ്പിളയായ കുഞ്ഞാലിക്കുട്ടി കടക്കരുത് എന്ന് പറഞ്ഞപ്പോ കാറ് തിരിച്ചുവിട്ട് കുഞ്ഞാലിക്കുട്ടിയെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി ഇരുത്തി ഒറ്റയ്ക്ക് പോയ കോൺഗ്രസും ലീഗുമാണ് ഫാസിസത്തെ പ്രതിരോധിക്കല്? കഴിയില്ല. ഞങ്ങൾക്ക് തോന്നിയിരുന്നു നിങ്ങൾക്ക് ഒരു സമയത്ത് കഴിയുമെന്ന്, അന്നും നിങ്ങൾ അത് ചെയ്തില്ല. ഈ നാടിന്റെ 50 കൊല്ലത്തെ പാർലമെന്റേറിയനായ അഹമ്മദ് സാഹിബ് എന്ന് പറയുന്ന മഹാനായ MP അദ്ദേഹം മരണപ്പെടുകയാണ്. അദ്ദേഹം MP ആയിരിക്കുന്ന കാലയളവില് മരണപ്പെടുന്ന സമയത്ത് എന്തൊക്കെ ദ്രോഹങ്ങളാ RSSന്റെ ഭരണകൂടം ചെയ്തത്? ലീഗേരും ഉണ്ടൂല, പല്ലുവേനും തൊണ്ടവേനൊന്നുമില്ല, RSSന്റെ പേടിയാ. അഹമ്മദിന്റെ മകൾ, അദ്ദേഹം ജന്മം നൽകിയ മകൾ ഫൗസിയാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? എന്റെ ഉപ്പയുടെ മൃതശരീരത്തില്, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വെറും 40 മിനിറ്റ് ഉപയോഗിക്കേണ്ട ലൂക്കാസ് എന്ന് പറയുന്ന ഉപകരണം 12 മണിക്കൂർ എന്റെ ഉപ്പയുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചടിച്ചതിന്റെ ഭാഗമായി ഉപ്പയുടെ മയ്യത്ത് ഞങ്ങൾ കാണുമ്പോ മരുഭൂമി പൊട്ടിപ്പിളർന്നത് പോലെ പൊട്ടിപ്പിളർന്നിരുന്നു എന്ന് ഈ നാടിനോട് വിളിച്ചു പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കൊടിയേരിയോ, DYFയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് M സ്വരാജോ അല്ല, അഹമ്മദ് സാഹിബ് ജന്മം നൽകി വളർത്തിയ മകൾ ഫൗസിയാണ്. എവിടെയായിരുന്നു മുസ്ലിം ലീഗ്?
മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ പറയും നിങ്ങളുടെ പൊന്നാപുരം കോട്ടയാണ് മലപ്പുറം, ആ മലപ്പുറത്ത് വേണ്ട, അദ്ദേഹം പ്രതിനിധീകരിച്ച മലപ്പുറം മണ്ഡലത്തിലെങ്ങാനും ശക്തമായ ഒരു പ്രതിഷേധ ക്യാമ്പയിൻ RSSനെതിരെ നകർത്താൻ എന്തേ നിങ്ങൾക്ക് ത്രാണിയില്ലാതെ പോയത്? അതുകൊണ്ടല്ലേ മലപ്പുറം ജില്ലക്കകത്ത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഇവര് നാഴികക്ക് 40 വട്ടം പറയുന്ന രക്തസാക്ഷികളുണ്ട്. അവരുടെ പേര് മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ. അതിൽ റഹ്മാന്റെ സഹോദരനാണ് തെരഞ്ഞെടുപ്പിന്റെ 4 ദിവസം മുമ്പ് മുസ്ലിം ലീഗ് രക്തസാക്ഷികളെ പ്രസംഗിച്ചേ നടക്കുന്നുള്ളൂ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി മലപ്പുറത്തെ ജില്ലാ സെക്രട്ടറിയുടെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങിയത്. പ്രതിഷേധിക്കില്ല. ഇ അഹമ്മദ് മരിച്ചു കഴിഞ്ഞപ്പോ ആദ്യത്തെ ചർച്ച എന്താ? സമദാനി സടകുടഞ്ഞ് എഴുന്നേറ്റ് സമദാനി പറഞ്ഞു എനിക്ക് നിൽക്കാൻ പൂതിയുണ്ട്. KN ഖാദർ പറഞ്ഞു പാർട്ടി പറഞ്ഞാ ഞാൻ കേൾക്കും. ഇതിന്റെയൊക്കെ പച്ച മലയാളം എന്താ? എന്നെ നിർത്തണം എന്നുള്ളതാണ്. വളഞ്ഞു മൂക്കിടിക്കാണ്. അല്ലാതെ ഇ അഹമ്മദിന്റെ മരണത്തിൽ എന്താ നടന്ന? അവസാനം പിന്നെ തിരുവനന്തപുരത്ത് ഒരു പൊറാട്ട് നാടകം സംഘടിപ്പിച്ചു. ആ നാടകത്തിലേക്ക് ഇവരുടെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു വീടുണ്ട് പാണക്കാട് കൊടപ്പനക്കൽ. അവിടെ നിന്നും സമുദായത്തിന്റെ നേതാവ് എന്നുള്ള നിലയിൽ എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ നേതാവായ ഹൈദരാലി തങ്ങൾ പോവുകയാണ്. അവിടെ ചെന്ന് മുസ്ലിം ലീഗിന്റെ സമരപന്തലിൽ യൂത്തന്മാരെയൊക്കെ കണ്ട് സലാമൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചിട്ട് അപ്പുറത്തൊരു സമരപന്തലിലേക്ക് പോയി. അതാരായിരുന്നു? RSSന്റെ നല്ല വർഗീയവാദിയായ VV രാജേഷിന്റെ കൈപിടിച്ചു ഉമ്മ വെക്കാൻ ഇ അഹമ്മദ് സാഹിബിന് ഇത്രമേൽ ക്രൂരമാവിധം കൊലപ്പെടുത്തിയ, ഇത്രമേൽ ദ്രോഹിച്ചു കൊലപ്പെടുത്തിയ RSSകാരന്റെ 7 ദിവസമാകുന്നതിന് മുമ്പ് എങ്ങനെയാ തങ്ങൾക്ക് കൈപിടിച്ച് ഉമ്മ വെക്കാൻ തോന്നിയത്? അവസാനം എതിർപ്പ് വന്നപ്പോ യൂത്ത് ലീഗിന്റെ നേതാവ് ഒരു പോസ്റ്റ് ഇട്ട്, രാഷ്ട്രീയ മര്യാദയുടെ പേരിലാണ്. കാസർഗോഡ് മെഡിക്കൽ കോളേജിലേക്ക് പോയതല്ലേ രോഗിനെ കാണാൻ. അപ്പൊ വാർഡ് പോകുമ്പോ ചിലപ്പം ഇപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോ അപ്പുറത്ത് ആള് കിടക്കുന്നുണ്ടാവും. ആരോടാണ്? കോൺഗ്രസിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ആനുകൂല്യമില്ലാത്തത്. പക്ഷേ ഈ കാര്യത്തിൽ അവരൊരു മാത്മര്യാദ കാണിച്ചിട്ടുണ്ട്. കാരണം മുസ്ലിം ലീഗിന്റെ സമരപന്തലിലേക്ക് 50-ലധികം വരുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ വന്നു. അതിൽ 25-ലധികം വരുന്ന ആളുകള് ആ സമരത്തെ അഭിവാദ്യം ചെയ്തു പോയിട്ടും ഒരു കോൺഗ്രസിന്റെ നേതാവും എന്റെ പ്രിയപ്പെട്ട ലീഗ് VV രാജേഷിന്റെ കൈപിടിക്കാൻ പോയില്ല. അവർക്കൊന്നുമില്ലാത്ത രാഷ്ട്രീയ മര്യാദ എങ്ങനെയാ മുസ്ലിം ലീഗിനുണ്ടായത്? അപ്പൊ നിങ്ങളൊന്നാം. ഇത് ഇവര് മാത്രം പണിയല്ല. ഇവരെ കുട്ടി പാർട്ടി ഉണ്ടല്ലോ, നമ്മള് വിദ്യാർത്ഥി സംഘടന MSF, മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ. അതിന്റെ ഒരു പരിപാടി ഞങ്ങളെ നാട്ടിൽ ചെമ്മാട് നടക്കുക. അപ്പൊ നടക്കുമ്പോ നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഓരോ പോസ്റ്റിലും ഓരോ നേതാവിന്റെ ചിത്രം. അതില് നമ്മളെ കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്, മുസ്ലിം ലീഗിന്റെ നേതാക്കളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു സുന്ദരൻ ഇങ്ങനെ ചിരിച്ചു നിൽക്കുക. ആരാണ്? രാഹുൽ ഈശ്വർ. ഇവരെ എളാപ്പന്റെ മോനാണ്. രാഹുൽ ഈശ്വറിനെ ഈ പോസ്റ്റിൽ ഇങ്ങനെ ഞാൻ അവിടുത്തെ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാവിനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഈ ചങ്ങായി നിങ്ങളെ പാർട്ടിക്ക് വന്നോ? അല്ല സോഫിയ സഖാവേ, മതപ്രഭാഷണം ഹിന്ദുവിന്റെ കാര്യം പറയാൻ. ആരാ ഹിന്ദു? RSS ആന്ന് ഇവരോട് പറഞ്ഞത്. ഹിന്ദു എന്നാൽ RSS അല്ല. ആ രാഹുൽ ഈശ്വറൊക്കെ എന്താ സാധനം? വൈകുന്നേരം 6 മണിയായാൽ കുളിക്കാതെ തിരുമ്പാതെ അലക്കാതെ 250 റുപ്യ കൂലിയും വാങ്ങിയിട്ട് ഊച്ചാളി ജയശങ്കറിനും ഷാജഹാനും അതുപോലെ കുറെ ഐറ്റംസ് ഉണ്ട് രാഷ്ട്രീയ നിരീക്ഷകര്, ഇവരെ കൂടെ കുളിക്കാതെ കേറിയിരുന്ന് വളവളാന്ന് വർഗീയത വിളമ്പുന്ന ഇ അഹമ്മദിന്റെ മരണത്തെ പോലും പുച്ഛിച്ചു തള്ളിയ അത്തരം രാഹുൽ ഈശ്വർമാരെ MSFന്റെ അസംബ്ലിയിൽ പങ്കെടുപ്പിക്കുക. ഹിന്ദുവിനെ കുറിച്ച് പറയാൻ എന്റെ മുസ്ലിം ലീഗ് ഭഗവത്ഗീതയെ കുറിച്ച്, പുരാണങ്ങളെ കുറിച്ച്, ഉപനിഷത്തുകളെ കുറിച്ച് നന്നായി പഠിച്ച 100 കണക്കിന് ഹിന്ദു മത പണ്ഡിതന്മാരെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. അവരെയൊന്നും വിളിക്കാതെ ഇത്തിരി പോന്ന ഒരു ഈർക്കളി ചെക്കനെ ആ പരിപാടിക്ക് വിളിച്ചതിൽ നിന്ന് നിങ്ങൾ ഒന്നാണ് ഇന്ന് വീണ്ടും നിങ്ങൾ തെളിയിക്കുകയാണ്. ഇപ്പൊ കമറുന്നീസത്താ നമ്മളെ നാട്ടില് ആ സാധു കുടുങ്ങിയതാട്ടോ. അതിനോട് പ്രസംഗിക്കാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗ് പറയും. നമ്മക്ക് സോഫിയാക്ക് തരണമായൊരു അവസരം കൊടുത്താൽ ഈ പണിക്ക് പോകൂല. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ വിളിച്ചപ്പോഴും വന്നു DYFIയുടെ യുവതികളുടെ രക്തദാന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യണം. കേട്ടപ്പാട് ഇറങ്ങി വന്നു. DYFI എന്താണെന്നൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ വരികയാണ്. BJP-കാരൻ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു താനൂര് ഫണ്ടിന്റെ ശേഖരണം ഉണ്ട്,
ഇപ്പൊ BJP കേട്ടപ്പോ മൂത്ത നേതാവിനെ വിളിച്ചു, മൂത്താപ്പ പറഞ്ഞു കുഴപ്പമില്ല മരോള് പോയിക്കോ. പക്ഷെ കുടുങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ഇത് വലിയ കമറുത്താത്ത ഉദ്ഘാടനം ചെയ്ത ആരും അറിയില്ല എന്നാ ലീഗേര് കരുതിയത്. എന്നാ പിന്നെ നടക്കട്ടെ, നമുക്കൊരു സ്നേഹത്തിൽ അങ്ങ് പോകാം എന്നാ കരുതിയത്. പക്ഷെ കമറുത്താത്ത വലിയ ഗോളാ അടിച്ചത്. അവസാനം ഇപ്പൊ അതിനെ ഒഴിവാക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ലീഗ്, നിങ്ങളെ അവിടുന്ന് തുടങ്ങണ്ടേ ഒഴിവാക്കല്. പ്രിയപ്പെട്ട ഹൈദരാലി തങ്ങളുടെ ബഹുമാനത്തോടെ തന്നെ വിളിക്കുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് കോഴിക്കോട് ജില്ലയിലെ കാരാപ്പറമ്പിൽ കള്ളസന്യാസിയായ ബാബാ രാംദേവ് സോമയാഗം എന്ന് പറയുന്ന നേർച്ച സംഘടിപ്പിക്കുമ്പോ മലപ്പുറത്തു നിന്നും കാറെടുത്ത് പോയി ബാബാ രാംദേവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തത് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ആ തങ്ങളെ പുറത്താക്കിയ വാർത്ത ഞങ്ങൾ എവിടെയും കേട്ടിട്ടില്ല. MK മുനീറാണ് ശിവസേനയുടെ വിഗ്രഹം പ്രതിഷ്ഠ, അതിന്റെ ഉദ്ഘാടനത്തിന് MK മുനീർ പോയപ്പോഴും ഒരു നിലവിളിയും ഞങ്ങൾ കേട്ടിട്ടില്ല. കമറുത്താത്ത പെണ്ണ ഉണ്ടാൻ പാടില്ല. മൈനജില്ല പറഞ്ഞത് കമറുത്താത്ത നിങ്ങൾ പ്രസംഗിക്കരുത്, പെണ്ണ് പ്രസംഗിക്കാൻ പാടില്ല. മൈനജിക്ക് ഏത് ലോകത്താ ജീവിക്കുന്നത്? 50% സീറ്റുകൾ സംവരണം ചെയ്തിട്ട് എന്റെ നാട്ടില് മുസ്ലിം ലീഗിന്റെ എത്ര താത്തമാരാന്നറിയോ? നല്ല അടിപൊളി ചുരിദാറും സാരിയൊക്കെ ചിറ്റിട്ട് ചുമരുമ്പോ ഇങ്ങനെ ചിത്രമായിട്ട് നിൽക്കല്. കോണിക്ക് വോട്ട് ചെയ്യണം, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്. അല്ലാതെ മായിനാജും കുഞ്ഞാലിക്കുട്ടിയും ചുരിദാറും വർദ്ധിയിട്ടിട്ടല്ലോ മത്സരിക്കുന്നത്. അപ്പോ ആ കമറുന്നീസ താത്താന്റെ നിങ്ങൾ വലിയ സംഭവമാക്കി മാറ്റുമ്പോ നിങ്ങൾ കാട്ടിക്കുട്ടിയതൊന്നും മറക്കരുത്. നിങ്ങളുടെ നേതാക്കന്മാര് അബ്ദുസമദ് സമദാനി സാഹിബാണ്, ബഹുമാനിക്കുന്നു, വയത് പറയാൻ അറിയും, മതപ്രഭാഷണത്തിൽ അത്യുഗ്രമായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയും. ശാസ്ത്രത്തെ കുറിച്ചൊക്കെ അങ്ങ് പറയുന്നത് പല സീഡുകളിലും കാസറ്റിട്ടുമൊക്കെ എന്റെ ചെറുപ്പം മുതലേ കേൾക്കുന്ന ആളാണ്. നിങ്ങളുടെ പ്രസംഗം കേട്ടാൽ കോഴിക്കോട് കടപ്പുറത്തെ മണൽത്തരികൾ എണീറ്റ് പായുമെന്ന് നിങ്ങൾ പറയാറുണ്ട്. പാഞ്ഞോട്ടെ, നമുക്ക് തർക്കമില്ല. പക്ഷേ ആ പായണ മദീനയിലേക്കുള്ള പാത വിരിച്ച് മുസ്ലിം സമുദായത്തെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന സമദാനി സാഹിബാണ് RSSന്റെ ബാലഗോകുലം എന്ന് പറയുന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ കേരളത്തിന്റെ മണ്ണിൽ നിർവഹിച്ചു കൊടുത്തത്. ആ സമദാനി സാഹിബിനെയും കമറുതാത്താന്റെ കൂടെ ഇപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ഒഴിവാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നിങ്ങളാണ് എന്നിട്ട് അവിടെ ചെന്നിട്ട് ആക്കും ഈക്കും എന്താക്കും. ഇവിടെ ഫാസിസത്തെ പ്രതിരോധിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ വേണം. അതുകൊണ്ടല്ലേ കേരളത്തിലെ 3,60,00,000 ജനത നെഞ്ചേറ്റു വാങ്ങിയ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനോട് ഈ മംഗലാപുരത്തിന്റെ മണ്ണിലേക്ക് അങ്ങ് കടന്നു വന്നാൽ അങ്ങയുടെ കാല് ഞങ്ങൾ വെട്ടുമെന്ന് പറഞ്ഞപ്പോ പോകണ്ട എന്നല്ല കമ്മ്യൂണിസ്റ്റുകാര് പറഞ്ഞത്, പോകണം എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ ആഗ്രഹം പോലെ മംഗലാപുരത്തിന്റെ മണ്ണിലേക്ക് കടന്നു ചെന്ന 10,000-കണക്കിന് വരുന്ന മനുഷ്യരെ സാക്ഷി നിർത്തി മതസൗഹാർദ്ദ റാലി ഉദ്ഘാടനം ചെയ്തു പോന്നിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ലീഗ്, അതാണ് RSSനെതിരെയുള്ള പ്രതിരോധം. അതേ സഖാവിനോടാണ് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഹൈദരാബാദിന്റെ മണ്ണിലേക്ക് കടന്നു വന്നാൽ മധ്യപ്രദേശിലെ ഉജ്ജയിനിലെ ചന്ദ്രാവത് കുന്തം അല്ലേ അയാളെ പേര്, ആ കുന്തമാണ് പറഞ്ഞത് ഹൈദരാബാദിന്റെ മണ്ണിലേക്ക് പിണറായി പ്രസംഗിക്കാൻ വന്നാൽ ആരെങ്കിലും തല കൊയ്തു വന്നാൽ എന്റെ സ്വത്ത് വിറ്റിട്ടാണെങ്കിലും 1 കോടി രൂപ ഞങ്ങൾ തരുമെന്ന് പറഞ്ഞപ്പോ പോകാതിരുന്നിട്ടില്ല മിസ്റ്റർ പിണറായി. കാരണം അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ്, മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവനാണ്. പോയി ആ പരിപാടിക്കകത്ത് പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു പോന്നില്ലേ. അതാണ് ഫാസിസത്തിനെതിരെയുള്ള പ്രതിരോധം. നിങ്ങളുടെ കാസർഗോഡ് തന്നെയല്ലേ തെയ്യം കാണാമെന്ന ഒരു ചെറുപ്പക്കാരനെ ചുവപ്പ് മുണ്ടെടുത്തതിന്റെ പേരിൽ അടിക്കുക. ആ കുട്ടി ഒരു സിനിമാ സംവിധായകനാണ്, കമ്മ്യൂണിസ്റ്റുകാരനൊന്നും വലിയ കമ്മ്യൂണിസ്റ്റുകാരനൊന്നും അല്ല. പക്ഷെ അടി കിട്ടിയപ്പോ എന്താ DYFഐയുടെ സംസ്ഥാന സെക്രട്ടറി സ്വരാജ് പറഞ്ഞത്? ഇനി നിങ്ങൾ ആരും ചുവപ്പ് മുണ്ടെടുക്കണ്ട, എല്ലാരും വാങ്ങിയ മുണ്ടൊക്കെ അടുപ്പിലിട്ട് കത്തിക്കണം എന്നാ പറഞ്ഞത്. അതല്ല പറഞ്ഞത്, കേരളത്തിന്റെ പ്രധാനപ്പെട്ട ടൗണുകളില് ചുവപ്പ് മുണ്ടുകൾ പുതിയത് വാങ്ങി 10,000-കണക്കിന് ചെറുപ്പക്കാരെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ അധ്വാനിച്ച പണം കൊണ്ട് ഞങ്ങൾ ഏത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കാൻ RSS അവരെ സൃഷ്ടിച്ചവർ വന്നാലും അതനുസരിക്കാൻ കേരളത്തിന്റെ യുവജനത തയ്യാറല്ല എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ചുവപ്പ് മുണ്ടിന്റെ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ കേരളത്തിന്റെ മണ്ണിലല്ലേ. ഇറച്ചി കഴിക്കാൻ പാടില്ല എന്ന് RSSകാരൻ പ്രഖ്യാപിച്ചപ്പോ ഇവിടെ തീരുമാനമെടുത്തത് കഴിഞ്ഞ UDFന്റെ മന്ത്രി രമേശ് ചെന്നിത്തലയാണ്.
RSSകാരനാ. തുണി അയച്ച ഉള്ളിൽ കാവിന്റെ ട്രൗസറാ, തലയിലൊരു കൂർത്ത കൊപ്പിയും കയ്യിലൊരു കുറുപടിയും കൊടുത്ത ഉഷാറായി. ആ മനുഷ്യന് എന്താ ചെയ്തത്? ആഭ്യന്തര വകുപ്പ് ചുമതലയാണെന്ന് തൃശൂർ പോലീസ് അക്കാദമിക്കകത്ത് ബീഫ് നിരോധിച്ചുകൊണ്ട് അങ്ങോട്ട് വിളിച്ചു മോഹൻ ഭഗവതിനെ. റെഡിയട്ടെ, ഞങ്ങൾ എന്താ ചെയ്തത്? ആ RSSകാരൻ കേരളത്തിന്റെ പവിത്രമായ നിയമനിർമ്മാണ സഭക്കകത്തൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിലെ ഗുരുവായൂർ MLA KV അബ്ദുൽ ഖാദറിന് എന്ത് കാര്യം? ആ കാര്യം ഹരിപ്പാടുള്ള രമേശ് ചെന്നിത്തല മുണ്ടരുത് എന്ന് ഗുരുവായൂർ അമ്പലത്തിന്റെ അധികൃതർ മറുപടി കൊടുത്തിട്ട് അബ്ദുൽ ഖാദറിനെ കൂട്ടിക്കൊണ്ടുപോയി അമ്പലത്തിന്റെ മുറ്റത്ത് ഒരുമിച്ചിരുത്ത് ഭക്ഷണം കഴിച്ചിട്ട് പത്രക്കാരോട് പറഞ്ഞത്, ഈ അബ്ദുൽ ഖാദറിനെ ഗുരുവായൂർ മണ്ഡലത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനത തെരഞ്ഞെടുത്തതാണ്. അദ്ദേഹം ഇവിടെ MLA ആയ കാലം മുതൽ ഈ നിമിഷം വരെ അമ്പലത്തിന്റെ ചുറ്റുപാടുമുള്ള റോഡിന്റെ മറ്റു ആവശ്യങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും MLA ഫണ്ടിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ഈ അമ്പലത്തിന് വേണ്ടി തരുന്ന അബ്ദുൽ ഖാദറിന് തന്നെയാണ് മിസ്റ്റർ രമേശ് ചെന്നിത്തല ഈ അമ്പലത്തിൽ കാര്യമെന്ന് അവര് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ RSSകാരനെ പ്രേമിക്കാൻ ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഞങ്ങൾ എന്താ ചെയ്തത്? ഇന്ത്യയാകെ ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. അപ്പോഴാണ് 4ാമത്തെ ദിവസം ET മുഹമ്മദ് ബഷീർ സാഹിബ്, മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞു, എന്ത് ബീഫ് ഫെസ്റ്റിവൽ ഹറാമാണ്, അതവിടെ വരവ് വെക്കും. എന്നിട്ട് അടുത്ത പരിപാടി ഞാൻ പറയാം. എന്റെ നാട്ടിൽ ബീഫ് ഫെസ്റ്റിവൽ കോട്ടക്കൽ എന്ന ഉദ്ഘാടനം ഞാൻ അവിടെ ചെന്നപ്പോ വലിയ ചെമ്പില് ബീഫ് ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നല്ല മണ. ആ മണം ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഞാൻ ബ്ലോക്ക് സെക്രട്ടറിയോട് ചോദിച്ചു, തിന്നിട്ട് ഉദ്ഘാടനം ചെയ്താ പോരെ? എന്നോട് പറഞ്ഞു, പറ്റൂലട്ട സൂഫിയ സഖാവേ, 15 മിനിറ്റ് രാഷ്ട്രീയം പറഞ്ഞാൽ മതി, അത് കഴിഞ്ഞിട്ട് നമുക്ക് തിന്നാം. 15 ഞാൻ എടുത്തില്ല, 13 മിനിറ്റ് കൊണ്ട് ആ മണം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ 13 മിനിറ്റ് കൊണ്ട് അത് അവസാനിപ്പിച്ച് ചെല്ലുമ്പോ ചെമ്പ് മൂടിയിട്ട് ആ മൂടിന്റെ മേലെ എന്റെ ബ്ലോക്ക് സെക്രട്ടറി താടിക്ക് കൈ കൊടുത്തിട്ടിരിക്കുക. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിനെ വിളമ്പ്. അപ്പൊ എന്നോട് പറഞ്ഞു, സാധനം കഴിഞ്ഞിട്ടാ, നിങ്ങൾ വരി, നമുക്ക് KR ബേക്കറിന്ന് ലൈമും പപ്സും കുടിക്കാന്ന്. ഹാർട്ട് അറ്റാക്ക് വന്നില്ലാന്നുള്ളൂ. ഞാൻ ചോദിച്ചു, അല്ല ആരാത് തിന്നത്? വരി കാണിച്ചരിക. കോട്ടക്ക സ്റ്റാൻഡിൽ നിരന്നിങ്ങനെ നിൽക്കുമ്പോ 70% ലീഗിന്റെ കുട്ടികളാ. കാക്ക രാവിലെ പറഞ്ഞത് ഹറാമാണെന്ന്. എവിടെ? ബീഫ് കണ്ട ഹലാലാണെന്ന് കുട്ടികൾക്കറിയാലോ, കുട്ടികളത് തിന്നുക. അപ്പോ നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം അതേത് കഴിക്കണമെന്ന് തീരുമാനിക്കാൻ ഏത് തല്ലപ്പൊട്ട തൊട്ടപ്പൻ കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്നാലും DYFIയുടെ പതാക ഈ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മുക്കില് ഒന്നെങ്കിലും ഇങ്ങനെ പാറി പറക്കുന്നുണ്ടെങ്കിൽ ആ അജണ്ട കേരളത്തിന്റെ മണ്ണിൽ ഞങ്ങള് നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് ഈ നാട്ടിലെ ഇത്തരം സംഘടനകളോട് പറയാനുള്ളത്. അപ്പൊ എതിർപ്പ് പ്രതിരോധം എന്നൊക്കെ പറയുന്നത് അതാണ്. അല്ലാതെ വരെ എതിർപ്പ് ഇപ്പൊ RSSനെ എതിർക്കാൻ മറ്റാൾക്കാരുണ്ട്. NDF അവരൊരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു കുറച്ചു മുമ്പ്, നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടാവും, വെറുപ്പിന്റെ രാഷ്ട്രീയത്തോട് വിട പറയുക. എന്നിട്ട് തടിയന്റെ വിട നസീറിന്റെ മാതിരി ജയിലിൽ പോയി കിടക്കുക. ഒഡീഷ സംസ്ഥാനത്തിലാണ് തന്റെ ഭാര്യയുടെ മൃതദേഹം കൊണ്ടുപോകാൻ ആംബുലൻസിന് പണമില്ലാതെ ഒരു ഭർത്താവ് 15 കിലോമീറ്റർ ഭാര്യയുടെ മൃതദേഹം ചുമക്കാൻ 40 കിലോമീറ്റർ ചുമക്കാൻ തീരുമാനിച്ചത്. 15 കിലോമീറ്റർ ചുമന്നത് അങ്ങനെ ഒന്ന് ഈ കേരളത്തിന്റെ മണ്ണിൽ കേൾക്കാത്തത് NDFകാരൻ ഇങ്ങനെ അവിടെ ഇവിടെ 4 എണ്ണം ചിരിച്ചു നിൽക്കുന്നത് കൊണ്ടല്ല. ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനും സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളും ഈ നാടിനെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ട് സഹായഹസ്തവുമായിട്ട് നടക്കുന്നത് കൊണ്ട് അതിന് രാഷ്ട്രീയം വേണം. ഇവരെ മൂത്താപ്പുണ്ടല്ലോ, എന്താണ് ISIS. ഇപ്പൊ പല സ്ഥലത്തും റിക്രൂട്ട്മെന്റ് ഉണ്ട്. നിങ്ങളെ തൃക്കരിപ്പൂരിൽ ഒരു എഞ്ചിനീയർ പോയല്ലേ, ഉമ്മാക്ക് വാട്സപ്പിൽ മെസ്സേജാ, ഉമ്മ ഞാൻ സ്വർഗത്തിലെത്തി. എനിക്ക് ചിരിയാ വന്നത് കേട്ടോ. ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ പോയിട്ട് ആ വാട്സപ്പ് മെസ്സേജാണ്, ഉമ്മ ഞാൻ സ്വർഗത്തിലെത്തി. ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും 8 വരെ മദ്രസയിൽ പഠിച്ചതാണ്. അതിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് മാതാവിന്റെ കാൽപാദത്തിന് കീഴിലാണ് സ്വർഗം. ഇനി കാൽപാദം മാന്തിയ ഉമ്മക്ക് വേദന ആവിച്ചിട്ടോ, ഉമ്മക്ക് സങ്കടാവൂന്ന് കരുതിയിട്ടാ എനിക്ക് അറിഞ്ഞൂടാ. എഞ്ചിനീയർ പോയിട്ടുണ്ട്. നിങ്ങളെ തൃശ്ശൂരിലും തന്നെയാണ് ഹഫീസുദ്ദീൻ അല്ലെ, അവന്റെ ഉപ്പയല്ലേ പറഞ്ഞത് ഭീകരവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ രാജ്യദ്രോഹ കുറ്റം ചെയ്ത മകന്റെ മയ്യത്ത് എനിക്ക് കാണണ്ട. എന്റെ നാട്ടിലാണ് പരപ്പനങ്ങാടിയിലെ ഫായിസിന്റെ ഉമ്മ പറഞ്ഞത്, ഞാൻ 9 മാസവും 9 ദിവസവും ഗർഭപാത്രത്തിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച് കയ്യോ കാലോ വളരുന്നത് എന്ന് നോക്കി എന്നെ കൊണ്ട് കഴിയാവുന്നത്ര വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട്
എന്റെ വീടിന്റെ ആധാരം പണയപ്പെടുത്തി ഗൾഫിലേക്ക് പറഞ്ഞയച്ചവൻ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാനാണ് പോയതെങ്കിൽ അവന്റെ മയ്യത്ത് എനിക്ക് കാണണ്ട എന്ന് പറയുമ്പോ പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കുന്ന യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസികൾക്ക് എങ്ങനെയാണ് പെറ്റുമ്മയുടെ ഉമ്മം കിട്ടാതെ പള്ളി ഖബർസ്ഥാനിലേക്ക് നിന്റെ ഏത് ISISന്റെ പ്രവർത്തകരും എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി എത്ര മണ്ണ് നിന്റെയൊക്കെ മേലേക്ക് വാരിയിട്ടാലും നിനക്ക് സ്വർഗം കിട്ടുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. വിശ്വാസമനുസരിച്ച് അല്ലേ? ISIS ഇസ്ലാം ഉണ്ടാക്കുക. അവിടെ പണ്ടൊരു ഇസ്ലാം ഉണ്ടാക്കുന്ന കൂട്ടരുണ്ടായിരുന്നു 47 മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗായിട്ട് വന്നല്ലോ. അന്ന് വന്നതാണ്. ഇവരോട് ചോദിക്കുമ്പോൾ പറയാം അത് ഞങ്ങളല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇനി വേറൊരു വർത്താനം പറയേണ്ടത് പറയണില്ല. ഇപ്പൊ ഒരു പെണ്ണ് വന്ന് കാസർഗോഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയി എന്ന് പറയണ്ട. ആ മുസ്ലിം ലീഗിന്റെ മുഹമ്മദ് അലി ജിന്ന എന്താ പറഞ്ഞത്? ഒരുമിച്ച് നിന്ന് പോരാടുകയായിരുന്നില്ലേ ഈ നാട്ടിലെ മനുഷ്യര്? അപ്പോഴല്ലേ ഇവര് പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് വേറെ രാജ്യം വേണം, അംഗീകരിക്കില്ല എന്ന് ഇന്ത്യൻ ജനതയാകെ പറഞ്ഞു. അവസാനം ബ്രിട്ടീഷുകാർ ഇവരുടെ കൂടെ കൂടി 47 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയില് കോടിക്കണക്കിന് വരുന്ന ജനത ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വിളംബരം കേൾക്കാൻ കാത്തു നിൽക്കുമ്പോഴാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലെമന്റ് ആറ്റ്ലി വന്നിട്ട് പറഞ്ഞത്, ഇതാ ഞങ്ങൾ ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്നു. കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ ജനതയുടെ കൈകള് ആർപ്പുവിളിയോടെ കൈയടിച്ചു. പക്ഷേ രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിതാ ഈ ഇന്ത്യയും പാകിസ്ഥാനെന്നും രണ്ടായി മാറ്റുന്നു എന്ന് പറഞ്ഞപ്പോ അടിച്ച രാജനും പോക്കരും പരസ്പരം പിരിയേണ്ടി വരുമോ എന്നോർത്ത് പൊട്ടിക്കരഞ്ഞിട്ടില്ലേ ഈ നാടിന്റെ മണ്ണിലെന്ന്? 10,000-കണക്കിന് വരുന്ന ഹിന്ദുക്കളെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക്, ഇവിടെ നിന്നും മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് അട്ടിയോടിക്കപ്പെട്ടില്ലേ? അങ്ങനെ കൊണ്ടുപോയ ആ പാകിസ്ഥാന്റെ അവസ്ഥ ഒന്ന് ലോക ഭൂപടത്തിൽ നോക്ക് നിങ്ങൾ. ഈ ലോകത്തിനകത്ത് ഏറ്റവും അധികം തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഒന്നാമതായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഇടമായി പാകിസ്ഥാൻ മാറിയില്ലേ? അതുകൊണ്ടല്ലേ അന്ന് തന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോ പാകിസ്ഥാനിലെ ജനത പറഞ്ഞത്, ഞങ്ങൾക്ക് ഇസ്ലാമിക രാജ്യമല്ല വേണ്ടത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന, ഞങ്ങളുടെ അമ്മപെങ്ങന്മാർക്ക് മനാഭിമാനത്തോടെ നടക്കാൻ കഴിയുന്ന, പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് ഉള്ള ഒരു രാജ്യമാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിരന്തരമായ സമരത്തിന്റെ ഭാഗമായി ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ അവാമി ലീഗ് എന്ന പാർട്ടി അവസാനം ആ ലക്ഷ്യം നേടിയെടുക്കുമ്പോ ഇസ്ലാമിക രാജ്യമെന്ന പാകിസ്ഥാൻ രണ്ടായി മാറി. ബംഗ്ലാദേശും പാകിസ്ഥാനുമായി മാറിയില്ലേ ഈ നാട്ടില്? അപ്പൊ ഇസ്ലാമിക രാജ്യമല്ല അവസാനം, രാമരാജ്യവുമല്ല അവസാനം. നമുക്ക് നമ്മുടെ അവകാശങ്ങൾ ഒരുമിച്ച് നേടിയെടുക്കണം. നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങള് എല്ലാവർക്കും പറയാനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് ഒരുമിച്ച് ശരിയുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനാണ് ഒരു നാടും ഒരു നാടിന്റെ ഗവൺമെന്റും പ്രവർത്തിക്കേണ്ടത്. അതിനു പകരം ISIS എന്താ പറയുന്നത്? നമ്മൾ ഇസ്ലാം ഉണ്ടാക്കും. മുസ്ലിം ലീഗ് ഇപ്പൊ തന്നെയാണല്ലോ പറയുന്നത്. മുസ്ലിം ലീഗ് സത്യത്തിൽ അവര് രക്ഷപ്പെട്ടത് ആ പാർട്ടിന്റെ പേരുകൊണ്ടാട്ടോ. മുസ്ലിം എന്ന പേരുണ്ട്. ആ പേര് ഇവരെ വിചാരം ഇവരെ നേതാക്കന്മാരിങ്ങനെ കരിപ്പൂരിൽ വിമാനം ഇറങ്ങൂല എന്ന് ഇവർ ആദ്യം പറഞ്ഞല്ലോ. ഇപ്പൊ പിണറായി പോയിട്ട് ശരിയാക്കിയപ്പോ ഒരു അന്തം വിടലുണ്ടല്ലോ. അപ്പൊ ആരോ വിമാനത്തിൽ നിന്നും വായിലേക്ക് ഇട്ട് തന്നതാന്ന മുസ്ലിം ലീഗിന്റെ വിചാരം. അല്ല, മുസ്ലിം ലീഗ് പ്രവാചകനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. അദ്ദേഹത്തിന്റെ മരണത്തിനു മുമ്പ് അറേബ്യയാകിയും മരണത്തിന് ശേഷം 4 ഖലീഫമാർ മുഖാന്തിരം ലോകമാകെയും പ്രചരിപ്പിച്ച് കോടിക്കണക്കിന് മനുഷ്യർ വിശ്വസിക്കുന്ന മതത്തിന്റെ പേരാണ് ലീഗ് ഇസ്ലാം. ആ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യനെ വിളിക്കുന്ന പേരാണ് ലീഗ് മുസ്ലിം. നിങ്ങൾ RSSന്റെ കൂടെ കൂടുമ്പോ ISIS ഇസ്ലാമിന് വേണ്ടി തീവ്രവാദം സംഘടിപ്പിക്കുമ്പോ അവരെന്താ പറയാ? ഇസ്ലാമിക രാജ്യം. ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ നടന്നത് പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇസ്ലാം മത പ്രചരണത്തിന്റെ ഭാഗമായി 100 കണക്കിന് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ബദർ, ഉഹുദ്, കന്ദക്ക് പോലെയുള്ള ആ യുദ്ധങ്ങളിൽ ആകെ കൊല്ലപ്പെട്ടത് 1000-ൽ താഴെ മനുഷ്യരാണെങ്കിൽ ISIS എന്ന് പറയുന്ന സംഘടന പാകിസ്ഥാനിലെ പെഷവാറിലെ ഒരു സൈനിക സ്കൂളിന് നേരെ ആക്രമണം നടത്തി 3000 മുസ്ലിം കുഞ്ഞുങ്ങളെ ഒറ്റ ശ്വാസത്തിൽ കൊന്നുകൊണ്ട് പറയുന്നു, ഞങ്ങൾ ഇസ്ലാം ഉണ്ടാക്കുകയാണ്. ആരാ പറഞ്ഞത്? സുജൂദിലേക്ക് പോകുന്ന മുസൽമാന്റെ കൂടെ പള്ളിയിലേക്ക് കയറി സുജൂദിലേക്ക് പോയി വയറിലിരിക്കുന്ന ബോംബിന്റെ ബട്ടണമർത്തി 1000-കണക്കിന് മുസൽമാന്മാരെ ഒരുമിച്ച് കൊന്നിട്ട് നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഇസ്ലാമിക രാജ്യമാണ്. അങ്ങനെ ഇസ്ലാം ഉണ്ടാക്കാൻ ആരാ നിങ്ങളെ പഠിപ്പിച്ചത്?
ഈ നാടിനൊരു പാരമ്പര്യമുണ്ട്, അത് കണ്ടുപഠിക്കും നിങ്ങള്. ഈ നാടിന്റെ പാരമ്പര്യം. എന്റെ നാട്ടിലുണ്ട് മമ്പുറം പള്ളി. ആ മമ്പുറം പള്ളിയിൽ ജാതി മതത്തിന്റെ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും സാന്ത്വനത്തിനായി കടന്നു വരുന്ന പള്ളിയാണ്. അന്ന് ആ പള്ളിയുടെ സ്ഥാപകനായിരുന്ന സയ്യിദ് മമ്പുറത്ത് അലവിക്കോയ തങ്ങള്, അദ്ദേഹത്തിന്റെ വലതുഭാഗത്ത് സാന്ത്വനം നൽകാൻ എന്നും മരിക്കുവോളം കൂട്ടായിട്ടിരുന്ന മനുഷ്യന്റെ പേര് കോന്ത് നായർ എന്നതായെങ്കിൽ ആ സൗഹൃദമല്ലേ ഈ നാടിനാവശ്യം? ഈ നാടിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ മലബാറിന്റെ സ്വാതന്ത്ര്യ സമര സേനാനി പ്രിയപ്പെട്ട വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഉറ്റ സുഹൃത്തിന്റെ പേര് ബ്രഹ്മദത്തൻ നമ്പൂതിരിയായിരുന്നുവെങ്കിൽ അതല്ലേ ഈ നാടിന്റെ മതനിരപേക്ഷത? അതല്ലേ ഈ നാടിന്റെ മതസൗഹാർദ്ദം? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? കോഴിക്കോട് കാപ്പാട് വാസ്കോട് ഗാമ കപ്പലിറങ്ങുമ്പോ സ്വീകരിക്കാൻ പോയ സാമൂതിരിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സാമൂതിരിയെ ഈ നാടിനകത്ത് സഹായിച്ചിരുന്ന വിശ്വസ്തരായ പടയാളികൾ കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം പടയാളികളായിരുന്നുവെങ്കിൽ അതല്ലേ ഈ നാട് ആഗ്രഹിക്കുന്നത്? വടകരയിലതാ തച്ചോളി ഒതേനൻ തന്റെ കളരി ആരംഭിക്കാൻ ഒരാളെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. 13ാമത്തെ ദിവസം ആളുകൾ ആകാംക്ഷയോടെ കാത്തു നിൽക്കുമ്പോ ആള് വന്നിറങ്ങുകയാണ്. വന്നിറങ്ങിയതാരാ? ആലി മുസ്ലിയാർ എന്ന് പറയുന്ന പ്രിയങ്കരനായ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അതാണ് ഈ നാടിനാവശ്യം. അവിടേക്ക് നിങ്ങൾ വർഗീയത കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ പറയുന്നത് എന്താ? കമ്മ്യൂണിസ്റ്റുകാർ മതത്തിനെതിരാണ്. ഏത് കമ്മ്യൂണിസ്റ്റുകാരനാ മതത്തിനെതിരായത്? ഈ നാടിന്റെ മതവിശ്വാസം സംരക്ഷിക്കപ്പെടുന്നതിന്റെ ഭാഗമായി രക്തസാക്ഷികളായ സഖാക്കളുടെ ആ രക്തം ഇങ്ങനെ തുള്ളുന്ന ചെങ്കൊടി പിടിക്കുന്ന ശുഭ്രപതാകക്കകത്ത് നക്ഷത്രങ്ങൾ ഇങ്ങനെ ചുവന്ന് തുടുത്തു നിൽക്കുന്നത് കയ്യിൽ പിടിക്കുന്ന ഞങ്ങളോട് ഞങ്ങൾ മതത്തിനെതിരാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു തരാൻ പ്രയാസമാണ്. ഞാൻ വരുന്നത് മലപ്പുറത്ത് നിന്നാണ്. ആ മലപ്പുറത്താണ് പുലാമന്തോളിയില് മഹാനായ EMSന്റെ പേരിൽ ഒരു പള്ളിയുണ്ട്, സഖാവ് EMS പള്ളി. എന്തേ അങ്ങനെ ഒരു പള്ളി കമ്മ്യൂണിസ്റ്റുകാരനായ EMSന്റെ പേരില്? അദ്ദേഹം 1957 അധികാരത്തിൽ വന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ജന്മനാടായ ഏലംകുളത്തെ പാർട്ടി ഓഫീസിലിരിക്കുമ്പോ തൊട്ടടുത്ത പഞ്ചായത്തിലെ ചാലപ്പുറത്ത് കുഞ്ഞലവി മുസ്ലിയാർ വന്നിട്ട് EMSന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, സഖാവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പള്ളി ഒന്ന് പുതുക്കി പണിയണം. കമ്മ്യൂണിസ്റ്റുകാരനായ EMS വേണ്ട എന്നല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്റെ സഖാക്കളോട് പറഞ്ഞ് അതിനാവശ്യമായ പണം ഉണ്ടാക്കി തരാം. ഉസ്താദ് പറഞ്ഞു, വേണ്ട സഖാവേ, പണം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് ഈ രാജ്യത്തിനകത്തൊരു നിയമമുണ്ട്. ആ നിയമത്തിന്റെ പേര് കരി നിയമം എന്നതാണ്. ആ നിയമമുള്ളത് കൊണ്ട് പള്ളി ഉണ്ടാക്കാനോ ഉള്ള പള്ളി പുതുക്കി പണിയാനോ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല സഖാവേ എന്ന് പറഞ്ഞപ്പോ മഹാനായ EMS ഉസ്താദിന്റെ കൈ പിടിച്ചു പറഞ്ഞത്, ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വണ്ടി കയറി നിയമനിർമ്മാണ സഭ വിളിച്ചുകൂട്ടി ആദ്യം ഇല്ലാതാക്കുന്ന നിയമം കരി നിയമമായിരിക്കുമെന്ന് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് കരി നിയമം ഇല്ലാതാക്കിയത് കൊണ്ടാണ് ഈ നാട്ടിൽ പള്ളികൾ ഉയരുന്നതെങ്കിൽ, അവിടെ ബാങ്ക് വിളി കേൾക്കുന്നതെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവ് EMSന്റെ കൈവിരലിലൂടെ ഊർന്നു വീണ ഒപ്പിന്റെ ഭാഗമായിട്ടാണെന്ന് ഞങ്ങളെ ഇങ്ങനെ എതിർക്കുന്ന മുസ്ലിം ലീഗുകാരനും NDF കാരനും വീട്ടിലൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്.